ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 3 കർമ്മയോഗം. ശ്ലോകം 31. യേ മേ മദമിദം നിത്യം അനുതിഷ്ഠന്തി മാനവാഃ ശ്രദ്ധാവന്തോ ന സൂയന്തോ മുച്യന്തേ തേഭി കർമ്മഭിഃ. വിവർത്തനം: എൻ്റെ ആജ്ഞാനുസാരം സ്വകർമ്മങ്ങൾ നിർവഹിക്കുകയും അസൂയ കൂടാതെ വിശ്വാസപൂർവം ഈ ഉപദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവർ കർമ്മഫലങ്ങളുടെ കുടുക്കിൽ നിന്ന് മോചനം നേടുന്നു. ഭാവാർത്ഥം: വൈദിക ജ്ഞാനത്തിൻ്റെ എല്ലാം സാരസത്തെയാണ് ഭഗവാൻ കൃഷ്ണന്റെ കൽപ്പന. അതിനാൽ എല്ലാം ശാശ്വത സത്യവുമാണ്. ഇതിന് ഒരു അപവാദവുമില്ല. വേദങ്ങൾ ശാശ്വതങ്ങളാണ്. അതുപോലെ കൃഷ്ണാവബോധമെന്ന സത്യവും ശാശ്വതമത്രേ. ഭഗവാന്റെ ഈ ആജ്ഞകൾ അസൂയാലേശമന്യേ വിശ്വാസപൂർവം സ്വീകരിക്കണം. കൃഷ്ണനിൽ വിശ്വാസമില്ലാതെ ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യമെഴുതുന്ന തത്വജ്ഞാനികൾ പലരുമുണ്ട്. കർമ്മങ്ങളുടെ കുരുക്കിൽ നിന്ന് അവർക്കൊരിക്കലും മോചനമില്ല. എന്നാൽ സനാതനമായ ഭഗവത് കൽപ്പനകളിൽ വിശ്വാസമുറച്ച ഒരു സാധാരണ മനുഷ്യന് ആ കൽപ്പനകൾ നിറവേറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി കാർമ്മിക നിയമത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് മുക്തനാവാം. കൃഷ്ണാവബോധത്തിൻ്റെ പ്രാരംഭ നിലയിൽ ഒരാൾ ഭഗവതാജ്ഞകളെ പൂർണ്ണമായി നിറവേറ്റിയില്ലെന്നു വരാം. എങ്കിലും തത്വത്തിൽ ഭഗവത് കൽപ്പനയോടെ എതിർപ്പില്ലാതെയും ജയപരാജയങ്ങൾ ഉത്കണ്ഠ കൂടാതെയും ആശ കൈവിടാതെയും നിർവ്യാജം പ്രവർത്തിച്ചു പോന്നാൽ തീർച്ചയായും പവിത്രമായ കൃഷ്ണാവബോധത്തിൻ്റെ ഉന്നതിയിൽ അയാൾക്ക് എത്താൻ സാധിക്കും. ശ്ലോകം 32. യേ തേതദഭ്യസൂയന്തോ ജ്ഞാനുതിഷ്ഠന്തി മേ മദം സർവജ്ഞാനവിമൂഢാംസ്താൻ വിധി നഷ്ടാന ചേതസഃ. വിവർത്തനം: അസൂയാലുക്കളായി എൻ്റെ ഉപദേശങ്ങളെ അവഗണിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ ഒട്ടും അറിവില്ലാത്തവരും മൂഢരും ആയി കണക്കാക്കണം. പൂർണ്ണത നേടുന്നതിനുള്ള അവരുടെ യത്നങ്ങൾ വിഫലമാക്കപ്പെടുകയും ചെയ്യുന്നു. ഭാവാർത്ഥം: കൃഷ്ണാവബോധവാനാകാതിരുന്നാലുള്ള അപാകത ഇതിൽ വിവരിക്കുന്നു. ഒരു ഉയർന്ന ഭരണാധികാരിയുടെ ആജ്ഞ ലംഘിക്കുമ്പോൾ അതിന് ശിക്ഷയുണ്ട്. പരമദിവ്യോത്തമ പുരുഷന്റെ ആജ്ഞ ലംഘിക്കുന്നവനും തീർച്ചയായും ശിക്ഷാർഹൻ തന്നെ. അനുസരണ കെട്ട അയാൾ എത്ര വലിയവനായാലും ശരി, ഹൃദയശൂന്യത കൊണ്ട് സ്വാത്മാവിനെ കുറിച്ചോ പരബ്രഹ്മത്തെക്കുറിച്ചോ പരമാത്മാവിനെക്കുറിച്ചോ ഭഗവാനെക്കുറിച്ചോ ഒന്നും അറിയാത്തവനാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ പരിപൂർണതയെപ്പറ്റി അയാൾക്ക് അറിയാൻ വകയില്ല. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.